ഒരു വിജയി ഒരിക്കലും അയാളുടെ പരിശ്രമം നിർത്തുന്നില്ല. വിജയിക്കും തോറും അയാൾ പരിശ്രമിച്ചുകൊണ്ടേയിരിക്കും. ജീവിതത്തിലെ പ്രശ്നങ്ങൾ മാത്രം എണ്ണിപ്പറഞ്ഞ് വേവലാതിപ്പെടുന്നതിന് പകരം കിട്ടിയ അനുഗ്രഹങ്ങൾ ഓർത്ത് സന്തോഷിക്കുക. ജീവിതം ഒരു ചലഞ്ചായി മാത്രം ഏറ്റെടുക്കുക. എല്ലാ പ്രശ്നങ്ങളെയും ധൈര്യമായി നേരിടുക. ജീവിതത്തിൽ റിസ്ക് എടുക്കാൻ തയ്യാറാവുന്നവന് മാത്രമേ വിജയിക്കാൻ കഴിയൂ. എന്തിനേയും ഭയത്തോടെ മാത്രം കാണുന്നവൻ പരാജിതനായിരിക്കും. നിങ്ങളുടെ ഉള്ളിൽ അഹങ്കാരമുണ്ടെങ്കിൽ നിങ്ങളെ തോൽപ്പിക്കാൻ ഒരു ശത്രുവിൻ്റെ ആവശ്യമില്ല. നിങ്ങളുടെ അഹങ്കാരം നിങ്ങളെ നശിപ്പിക്കും. നിങ്ങളൊരു ദുർബലനാണെങ്കിൽ പോലും സമൂഹത്തിന് മുന്നിൽ ശക്തനാണെന്ന് നടിക്കണം. കാരണം ദുർബലരെ എല്ലാവരും ചൂഷണം ചെയ്യും. നിശബ്ദനായ ഒരാൾ വിഡ്ഢിയാണെന്ന് കരുതരുത്. ശ്രദ്ധയോടെ കേൾക്കുന്നവൻ സംസാരിക്കുന്നവനേക്കാൾ ബുദ്ധിമാനാണ്. ചിലപ്പോഴൊക്കെ ജീവിതത്തിൽ ജയിക്കുന്നതിനേക്കാൾ വലിയ കാര്യമാണ് തോറ്റുകൊടുക്കൽ. അല്ലെങ്കിൽ ഒരു ബന്ധം തന്നെ ഇല്ലാണ്ടായേക്കാം. ആവശ്യത്തിലധികം ലഭിച്ചാൽ അത് ഭാഗ്യം. എന്നിട്ടും കരയേണ്ടി വന്നാൽ അത് നിന്റെ നിർഭാഗ്യം. ഉള്ളതിൽ സന്തോഷിക്കുകയാണെങ്കിൽ സൗഭാഗ്യം. ഏത് കാര്യവും അത് എത്ര കഠിനമായതാണെങ്കിലും ക്ഷമയോടെ പരിശ്രമിച്ചാൽ അതിന് തീർച്ചയായും ഫലം ലഭിക്കും. നിങ്ങൾക്ക് ചെയ്യാൻ കഴിയില്ല എന്ന് മറ്റുള്ളവർ പറഞ്ഞ് പരിഹസിക്കുന്ന കാര്യം ചെയ്ത് വിജയിക്കുന്നതാണ് അവരോട് ചെയ്യുന്ന മധുര പ്രതികാരം. നമ്മുടെ മനസ്സിനെ നമ്മുടെ കൺട്രോളിൽ തന്നെ നിർത്താൻ കഴിയുന്നതാണ് ഏറ്റവും വലിയ അച്ചീവ്മെൻറ്റ്. എത്രയും നേരത്തെ നിങ്ങൾ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് വേണ്ടി പരിശ്രമിക്കുന്നുവോ അത്രയും നേരത്തെ നിങ്ങൾക്കതിൻ്റെ ഫലം ലഭിച്ചുകൊണ്ടിരിക്കും. നിങ്ങളൊരു വ്യക്തിയെക്കുറിച്ച് ഏറ്റവും കൂടുതൽ നേരം സംസാരിക്കുന്നുവെങ്കിൽ അതിനർത്ഥം ആ വ്യക്തി നിങ്ങളെ അനുകൂലമായോ പ്രതികൂലമായോ സ്വാധീനിച്ചു എന്നതാണ്. പലതരത്തിലുള്ള കഴിവുകൾ ഉണ്ടായിട്ടും ചിലർ ജീവിതത്തിൽ രക്ഷപ്പെടാത്തതിൻ്റെ കാരണം അവർക്ക് ലക്ഷ്യബോധമില്ലാത്തതുകൊണ്ടാണ്. ആളുകൾ നിങ്ങളെ നിരീക്ഷിക്കുന്നു എന്ന ധാരണയുണ്ടായാൽ നിങ്ങൾക്ക് നന്നായി പ്രവർത്തിക്കാനും പെരുമാറാനും സാധിക്കും. പിന്നിട്ട വഴികളിലെ അനുഭവവും ഇനി പിന്നിടാനുള്ള വഴികളിലെ പ്രതീക്ഷയുമാണ് മുന്നോട്ടുള്ള ജീവിതത്തിൽ ഊർജം നൽകുന്നത്. വെല്ലുവിളികളാണ് ജീവിതത്തെ രസകരമാക്കുന്നതും ദുസ്സഹമാക്കുന്നതും. അവയെ നേരിടുമ്പോഴാണ് ജീവിതം അർത്ഥപൂർണ്ണമാകുന്നത്. സ്വന്തം കഴിവിലുള്ള വിശ്വാസമാണ് വിജയത്തിലേക്കുള്ള ആദ്യ ചുവട്. ഒപ്പം പരിശ്രമവും പ്രാർത്ഥനയും കൂടിയായാൽ വിജയം ഉറപ്പിക്കാം. മറ്റുള്ളവർ തെറ്റല്ല, അവർ വ്യത്യസ്തരാണ് എന്ന വസ്തുത മനസ്സിലാക്കിയാൽ പല ബന്ധങ്ങളും സുഗമമായി മുന്നോട്ടു പോകും.